പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വണ്ടർഫുൾ വേൾഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്, യലഹങ്കയില്. ഈ ഒരു സ്ഥാപനം ഈ കഴിഞ്ഞ 100-120 ദിവസം കൊണ്ട് 2 തവണ പോയി കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം, ഈ ഇൻഡസ്ട്രി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു കമ്പനി, അതിന് നല്ല ശക്തമായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടായിരിക്കണം, നല്ല പ്രോഡക്ട്സ് ഉണ്ടായിരിക്കണം, നല്ല മാർക്കറ്റിംഗ് പ്ലാൻ ആയിരിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രൊഫൈൽ പരിശോധിക്കാറുണ്ട്. അപ്പൊ ഇത് നേരിട്ട് പോയി പരിശോധിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം, ശരിക്കും പറഞ്ഞാല് ഒരുപാട് വിഷനും മിഷനോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി, അതായത് ഈ ഒരു കമ്പനിയുടെ ഗ്രേറ്റ് CMD നിതിൻ സാറിനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. കാരണം ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഉദിച്ച ആശയം ശരിക്കും ഇന്ന് ഒരു 10,000-കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് മാറിയിട്ടുള്ള ഒരു അവസരമായിട്ട് MR മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ചിന്താഗതിയുടെ ഭാഗമാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്കറിയാം, ഇന്ന് 13 വയസ്സിൽ പോലും ഒരു കമ്പനിയുടെ CEO ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ചെറുപ്പക്കാരുടെ തീരുമാനം ഇന്ന് ഒരുപാട് പേർക്ക് വലിയ അവസരമായിട്ട് മാറിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്റെ 28ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള, നിതിൻ സാറിന് തോന്നിയിട്ടുള്ള ഒരു ആശയമാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് MR എന്ന കമ്പനിയുമായിട്ട് എല്ലാ ജനങ്ങൾക്കും ആരോഗ്യവും സമ്പത്തും ഒരുപോലെ പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നമുക്ക് മനസ്സറിഞ്ഞ് ഒരു ആശംസകൾ നേരാം. കാരണം ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ, അതായത് ഞായറാഴ്ച അദ്ദേഹത്തിന്റെ വിവാഹമാണ്. അപ്പം ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ പോകുന്ന സമയത്തിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് സെയിം ടൈമിലാണ് ഈ ഒരു അവസരം നമ്മളെ കൈകളിലേക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ കൈകളിൽ ഈ അവസരം സുരക്ഷിതമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയധികം പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഈ സ്ഥാപനം കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 5 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കി. അതിൽ 2.5 കോടി പേ ഔട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 175 ലാഖ്പതീസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് അച്ചീവ്മെന്റുകൾ ആദ്യത്തെ വർഷം തന്നെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ലീഗൽ സർട്ടിഫിക്കേഷൻ, നമുക്കറിയാം ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ലീഗൽ ട്രാൻസ്പെറൻസി നോക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ലീഗൽ സർട്ടിഫിക്കേഷനും നമുക്കിപ്പം നിലവിലുണ്ട്. കൂടാതെ നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. ഇതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. 30-ലധികം വെൽനസ് പ്രോഡക്ട്സുകൾ നമുക്കുണ്ട്. വെൽനസിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തില് നമുക്കറിയാം, എല്ലാവരും രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് രോഗം വരാണ്ടിരിക്കാനുള്ള കരുതൽ എടുക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് വന്ന ഒരു സമയം, അതായത് കറക്റ്റ് ഒരു ടൈമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ വെൽനസ് പ്രോഡക്ട്സുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് ജ്യൂസ് ആയിട്ടും പൗഡർ ആയിട്ടും ടാബ്ലറ്റ് രൂപത്തിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ഒരുവിധം എല്ലാ കമ്പനികളും ഈ പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ എവിടെ അവൈലബിൾ ആവുന്നതിനേക്കാൾ റീസണബിൾ പ്രൈസിനാണ് നമ്മുടെ കമ്പനി നമുക്ക് വെൽനസ് പ്രോഡക്ട്സുകൾ തരുന്നത്. അതിൽ ഒട്ടനവധി പ്രോഡക്ട്സുകൾ, ലിവർ കെയർ, BP കെയർ, ഡയബ് കെയർ, അംല ജ്യൂസ് തുടങ്ങി ഒട്ടനവധി, അലോവേര ജ്യൂസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ശരീരത്തിൽ ഫുഡിൽ നിന്ന് കിട്ടാത്ത എന്തൊക്കെ സംഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ, അതെല്ലാം നികത്താനുള്ള ഒരുപാട് അധികം പ്രോഡക്ട്സുകൾ, നല്ല പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ മോർണിംഗ് ഫ്രഷ് ചുര എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ കുടൽ നന്നായാൽ ഉടൽ നന്നായി എന്നാണ് നമ്മൾ പറയാം. അപ്പൊ കുടൽ പരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ സ്പിരുലിന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്ന ആ ഒരു ഫുഡ്, അത് കൃത്യമായിട്ട് നമ്മളിപ്പോ ഒരു ദിവസം നമുക്കൊരു ഫുഡ് സ്കിപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഒരു ക്യാപ്സ്യൂൾ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ കിട്ടേണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് നൽകാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ ആണ് ഈ ഒരു സ്പിരുലിന എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരുപാട് ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതായത് പുറത്ത് പറയാൻ പോലും മടിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാവും. അതിനെല്ലാം പരിഹാരമായിട്ടുള്ള വിമൻ ഫ്യൂൽ ജ്യൂസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള വെൽനസ് പ്രോഡക്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. 30-ലധികം ഫുഡ് സപ്ലിമെന്റുകൾ കമ്പനി നൽകുന്നുണ്ട്. കൂടാതെ അഗ്രി കെയർ, നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഈ അഗ്രികൾച്ചർ മേഖല എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മണ്ണിന്റെ pH മുതൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്ക് അഗ്രി കെയർ കാറ്റഗറിയിൽ കമ്പനിയിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ സ്കിൻ ആൻഡ് ഹെയർ കെയർ, നമുക്കറിയാം
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവഴിക്കാൻ പോകുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. അത് വളരെ യാഥാർത്ഥ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ജിമ്മ് അതേപോലെയുള്ള കൂടാതെ നമുക്ക് ബ്യൂട്ടി പാർലറുകൾ പണ്ട് ഒരു സിറ്റികളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന സംഭവം ഇന്ന് ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് കാണാം, ഇങ്ങനെയുള്ള ബ്യൂട്ടി പാർലർ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ആൺ പെൺ എന്ന് വ്യത്യാസമില്ല, എല്ലാ കാറ്റഗറി ആളുകളും ഏജ് ആയിട്ടുള്ള ആളുകൾ പോലും ഇന്ന് സൗന്ദര്യത്തെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് അധികം പ്രോഡക്ട്സുകൾ നമുക്ക് കമ്പനിയിലൂടെ ലഭ്യമാണ്. അതില് ഡേ ക്രീം, നൈറ്റ് ക്രീം, വൈറ്റനിങ് ക്രീം തുടങ്ങിയ ഒട്ടനവധി പ്രോഡക്ട്സുകൾ നമുക്കുണ്ട്. അതെല്ലാം അതായത് ലിപ് ബാം ഒക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ പ്രയാസം, അതായത് കുട്ടികൾ പോലും ഇന്നിപ്പോ പുറത്തിറങ്ങണമെങ്കിൽ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാതെ ഇറങ്ങാത്ത കാലത്താണ് നമ്മളുള്ളത്. അപ്പൊ അത് അവർക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പൊ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾക്ക് അവരത് യൂസ് ചെയ്യുന്നത് കാണുമ്പം ഒരു പ്രയാസം തോന്നും. കാരണം ഇത് ഈ കെമിക്കൽ ആണല്ലോ വയറ്റിലേക്ക് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലിപ് ബാം ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. 160 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാണ്. ഒരുപാട് ഗുണം ചെയ്യുന്ന രീതിയിൽ, അതായത് യാതൊരു ഹെൽത്ത് പരമായിട്ട് ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ പ്രൊഡക്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഹോം കെയർ, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകൾ, ഇതിൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് സൊല്യൂഷൻസ് നമുക്കുണ്ട്. ഈ പ്രൊഡക്ട്സുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കോൺസെൻട്രേറ്റഡ് ടൈപ്പ് ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മളെ ഭക്ഷണമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിലും എല്ലാ തരത്തിലും നമുക്ക് ആരോഗ്യത്തിന് പ്രയാസം വരുത്തുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നിത്യോപയോഗ സാധനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ നമുക്ക് വരുന്നത്. അത് പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡ്, നമ്മൾ അറിയപ്പെടുന്ന ബ്രാൻഡ്, ആ ബ്രാൻഡിന്റെ പിറകിലേക്ക് ഒന്ന് തിരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലീവ് ഫോർ 20 മിനിറ്റ്സ് എന്ന്. അതായത് ഒരു 20 മിനിറ്റ് അതിന്റെ കെമിക്കൽ ആക്ഷൻ ഉണ്ട്. അതുവരെ അത് ഒഴിച്ചിടാനാ പറയുന്നത്. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ പിറകില് ഡയറക്ഷൻ ഫോർ യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് ഒട്ടുമുക്ക ലേഡീസും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്താണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത്. ആ ക്ലീൻ ചെയ്യും, സ്പോട്ടിൽ യൂസ് ചെയ്യും, എന്നിട്ട് കുളിച്ചിട്ട് പോരും. ഈ ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കെമിക്കൽ ആക്ഷൻ കഴിയാത്ത സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് തരത്തിലുള്ള യൂട്രസ് ക്യാൻസർ, യൂട്രസ് റിമൂവൽ, അതായത് 18 വയസ്സ് മുതൽ അങ്ങ് തുടങ്ങുകയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് ഒരുപാട് അധികം ആളുകൾ ഇവിടെ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അതിൽ 100-ൽ 1-2 ആളുകൾക്ക് ഉണ്ടായിരുന്ന പ്രയാസമാണ് ഇന്ന് 100-ൽ 99% ആളുകൾക്കും വരുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തരം കാറ്റഗറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം കെമിക്കൽസ് ആവാം, അത് ഇത്ര അളവിൽ കൂടുതൽ വരുന്ന സമയത്താണ് അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുന്നത്. അപ്പം ആ ഒരു കറക്റ്റ് അളവിൽ വരുന്ന കെമിക്കൽസ് ഇല്ലാതെ ഒരു പ്രൊഡക്ട്സ്, ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ട്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യുന്ന ടൈം കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കെമിക്കൽസ് വേണം. പക്ഷെ ആ ആഡ് ചെയ്യുന്ന കെമിക്കൽസിന് ഒരു പരിധി ഉണ്ട്. ആ പരിധിയിൽ അപ്പുറമാവുന്ന സമയത്ത് അത് നല്ല രീതിയിൽ നമുക്ക്, ഇപ്പൊ നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് ഓവർ സ്മെല്ല്, ഓവർ പത, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് നമുക്ക്. പക്ഷെ ഈ ഓവർ സ്മെല്ല്, ഓവർ പത എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ കെമിക്കൽ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും മീറ്റിംഗിൽ പറയാറുണ്ട്, ബാറുകൾ. കാരണം 10 രൂപ കൊടുത്താൽ മാർക്കറ്റിൽ ബാർ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നിത്യം ഉപയോഗിക്കേണ്ട സാധനമല്ലേ, ഒരു 10 രൂപ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ നല്ലതെന്ന് വെച്ചിട്ട് നമ്മൾ ബാർ യൂസ് ചെയ്യും. കൃത്യമായിട്ട് നിങ്ങൾ ഈ ബാർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു പാത്രം നിങ്ങളൊന്ന് വെയിലത്ത് വെച്ച് നോക്കുക കുറച്ച് സമയത്ത്. ആ വെയിലത്തേക്ക് വേണ്ട കുറച്ച് സമയം ഒന്ന് ഉണക്കിയാൽ മതി. ആ ഉണക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു വൈറ്റ് പൗഡർ കാണാൻ പറ്റും. ആ വൈറ്റ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കലാണത്. നമ്മൾ ചൂടുള്ള ഭക്ഷണം വിളമ്പി കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത് നമ്മളെ കുടലിലേക്ക് ചെല്ലുന്നുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പൊ മാക്സിമം ലിക്വിഡ് ഉപയോഗിക്കാം. നമ്മുടെ ലിക്വിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിച്ചതാണ്.
ഇപ്പോഴും ആ സാധനം വീട്ടിലുണ്ട്. അതായത് നമുക്ക് ഡയലൂട്ട് ചെയ്യാം ഒരുപാട് ബോട്ടിൽസ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു 8 ബോട്ടിലാക്കി കഴിഞ്ഞു ഓൾറെഡി. ആ ഫസ്റ്റ് വാങ്ങിച്ച സാധനം 8 ബോട്ടിലായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. മാർക്കറ്റിൽ ഓൾറെഡി ഡയലൂട്ട് ചെയ്ത ഉൽപ്പന്നങ്ങൾക്കാണ് നമ്മൾ 80-90 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് നെസ്റ്റോന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. അവിടെ 90 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എനിക്ക് കിട്ടിയിരുന്നത് 1.5 മാസമാണ്. ആ സാധനമാണ് നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ റീസണബിൾ പ്രൈസ് ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് എത്ര ബോട്ടിൽസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇതിൽ ഓരോന്നും പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം പറയേണ്ട അവസ്ഥയാണ്. കാരണം എല്ലാ പ്രോഡക്ട്സിനും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി കമ്പനി കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാണ്, നമ്മുടെ നാപ്കിൻ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ 18 വയസ്സിൽ യൂട്രസ് ക്യാൻസർ, യൂട്രസ് റിമൂവൽ എന്നൊക്കെ പറയുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഒട്ടുമുക്കാൽ നാപ്കിൻസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലെയേഴ്സ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഉള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ആണ്. കറക്റ്റ് നമുക്ക് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാ, ഈ പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ MRന്റെ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊന്ന് ബൈ ചെയ്യുക. കറക്റ്റ് അതൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്താണ് അതിന്റെ ഒരു ഫീലിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെൽത്ത് പരമായിട്ട് ഒരു ദോഷവും ചെയ്യാത്ത രീതിയിൽ ഒരുപാട് ഗുണങ്ങൾ. അതിൽ ആൻവൻ ചിപ്പ് എന്ന് പറയുന്നത് പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള അവയർനെസ് എല്ലാ, അതായത് ഒരു സ്കൂൾ മുതൽ നമ്മൾ തുടങ്ങണം കുട്ടികൾക്ക്. ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ആണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇത്തരം പ്രോഡക്ട്സുകളെ കുറിച്ച് നമുക്ക് ഇല്ല എങ്കിൽ വലിയ, അതായത് ഇപ്പം നമ്മൾ പണം കുറഞ്ഞ പൈസക്ക് നമുക്ക് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് നമ്മളെ ചിന്താഗതി. പക്ഷെ അവിടെ തിരിച്ചറിയേണ്ട ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പണം അതിന് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ ഇനി വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പണവും നമ്മളെ സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപടി നല്ല ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് ഈ ഒരു പേഴ്സണൽ കെയർ, ഹോം കെയറിലൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാം. അതിലെല്ലാം ഉപരി നമുക്ക് ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റ്, മാർക്കറ്റിൽ കമ്പാരിസൺ ഇല്ലാത്ത, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. അതായത് ബിസിനസ് നമ്മൾ ചെയ്യുന്നോ ചെയ്യാതിരിക്കുക അത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നമുക്ക് ഉണ്ടാവരുത്. ഈ ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് പെർമനന്റ് സൊല്യൂഷൻ. കാരണം ഞാൻ അങ്ങനെ പറയുള്ളൂ, കാരണം എനിക്ക് കിട്ടിയത് പെർമനന്റ് സൊല്യൂഷനാണ്, താൽക്കാലിക മാറ്റമല്ല. കാരണം ഒരു 3.5 വർഷം മുന്നേ എന്റെ ജീവിതത്തിലേക്ക് ഈ ബയോ മാഗ്നറ്റിക് പ്രോഡക്റ്റ് വന്നത് ഒരു ഫോൺ കോളിലൂടെയാണ്. കാരണം അത്രയധികം ആരോഗ്യ പ്രശ്നം നേരിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ട് 10-14 വർഷമായിട്ട്. അത് നിലനിൽക്കെ ഒരു 4 സർജറി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി തൈറോയിഡിന്റെ പ്രശ്നം എനിക്കുണ്ട്. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള എന്നെ സംബന്ധിച്ച്, അതായത് കംപ്ലീറ്റ് കിടന്നുപോയ ഒരു സ്റ്റേജിൽ വന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ ബയോ മാഗ്നറ്റിക്കിന്റെ ഒരു കിറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യം ഞാനത് വിശ്വസിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിച്ച സമയത്ത്, അതായത് എനിക്കത് വാങ്ങിക്കേണ്ടി വന്നു. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇതിന്ന് ഒരു മുക്തി നേടണം എന്നുള്ള ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ്, എക്സ്റ്റേണൽ യൂസ് ആണല്ലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കാം അത്രയേ ഉള്ളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റിനോട് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. ആ തന്ന വ്യക്തിയിലുള്ള വിശ്വാസവും ഒപ്പം ഇത് എക്സ്റ്റേണൽ യൂസ് ആണ് എന്നുള്ള ആ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഞാനൊന്ന് ബൈ ചെയ്തു. കൃത്യമായിട്ട് 3 ആഴ്ചയുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്നെ എല്ലാ പ്രോഗ്രാം സെന്ററുകളിൽ കാണാറുണ്ട്. പല സ്ഥലങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഇന്ന് മോർണിംഗ് ആണ് തിരിച്ചെത്തിയത്. ഇന്ന് ഞാൻ മലപ്പുറത്ത് ഒരു ടീം മീറ്റിംഗ് കഴിഞ്ഞിട്ട് മടക്ക യാത്രയിലാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോ ഇത്രയധികം യാത്രകൾ ചെയ്യാനും ഇത്രയധികം മണിക്കൂറുകൾ നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ പ്രോബ്ലം L5 ആണ്. അപ്പൊ നോർമലി L5 പ്രോബ്ലം ഉള്ള ഒരാള് ഇത്ര കണ്ടിന്യൂസ് ഇരുന്ന് യാത്ര ചെയ്യാന്നൊന്നും പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടിയത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ്, താൽക്കാലിക മാറ്റമല്ല. അതുകൊണ്ട് ഞാൻ അടിവര ഇട്ടിട്ട് ഉറപ്പിച്ച് പറയാണ്, ഈ ഒരു പ്രോഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ റിസൾട്ട് നിർബന്ധമായിട്ടും കിട്ടുന്നതാണ്. അത് എക്സ്റ്റേണൽ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ്. അതേപോലെ ഒരു ബാൻഡ് അവൈലബിൾ ആണ്. ബാൻഡ് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതൊരു നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. എവിടെയൊക്കെ വേദന വരുന്നു ആ ശരീരഭാഗങ്ങളിലെല്ലാം നമുക്ക് കെട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു വാട്ടർ എനർജി പാഡ് ഉണ്ട്. നമ്മുടെ വെള്ളം മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. കാരണം പണ്ട് കാലത്ത് നമുക്കറിയാം, ഓൾറെഡി കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അധിക വീടുകളിൽ നമുക്കറിയാം പൈപ്പ് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നാച്ചുറൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ അവൈലബിൾ അല്ല എന്നുള്ളത് കൊണ്ട്
നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാൻഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെള്ളം, അത് ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം എടുത്തിട്ട് ആ വെള്ളം ഒരു കുപ്പിയിൽ ഒഴിച്ച് അതിനെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് നമുക്ക് ഈ കിറ്റിൽ അവൈലബിൾ ആണ്. ആ വെള്ളം ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം, ആ ബാൻഡ് ചുറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വെയിറ്റിനനുസരിച്ച് കുടിക്കുക. 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിന് നമ്മൾ വെള്ളം കുടിക്കുക. ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നും, പക്ഷേ കുറച്ച് സമയം അത് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. പിന്നെ അത് നമ്മളൊരു ശീലമായിട്ട് മാറും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ടോക്സിൻ കംപ്ലീറ്റ് യൂറിനിലൂടെയോ മോഷനിലൂടെയോ വേർപ്പിലൂടെയോ പുറത്തേക്ക് പോകും, നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ഗുണം ചെയ്യുന്ന വെള്ളം, അതായത് നമ്മളെ വീട്ടിലെ വെള്ളം മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട്. കൂടാതെ നൈറ്റിൽ നമുക്ക് നമ്മുടെ ബെഡിൽ വിരിക്കാനുള്ള ഒരു മാട്രസ് പാഡ്, അതേപോലെ ഒരു പില്ലോ പാഡ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ മാട്രസ് പാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീപ്പ് സ്ലീപ്പാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം നൈറ്റിൽ നമ്മളെ ഉറങ്ങുന്നുള്ളൂ, ഏറ്റവും കൂടുതൽ പ്രവർത്തനം ശരീരത്തിൽ നടക്കുന്നത് രാത്രി കാലത്താണ്. അതും ഡീപ്പ് സ്ലീപ്പ് ഉണ്ടെങ്കിലേ കറക്റ്റ് റിപ്പയറിംഗ് ബോഡിയിൽ നടക്കുന്നുള്ളൂ. അതിനാണ് നമ്മുടെ മാട്രസിൽ 96ഓളം നിയോഡാമിയം മാഗ്നറ്റ്. അതായത് എല്ലാവരും ചോദിക്കാറുണ്ട്, മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ കാന്ത ചികിത്സ എന്നൊക്കെ പറയുമ്പം അത് സൈഡ് എഫക്റ്റ് ഇല്ലേ, ഒരുപാട് ബുദ്ധിമുട്ട് ഭാവിയിൽ വരുമോ, മിന്നലുള്ളപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ജൈവകാന്തമാണ്. ഇത് സൗത്ത് കൊറിയയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ്. 600 അടി താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്യുമ്പോൾ ഇതൊരു വൈറ്റ് പൗഡർ ആണ്. ആ പൗഡറിനെ പ്രോസസ്സ് ചെയ്ത് നാനോ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺസ് രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ബട്ടൺ ആയിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഇത് കംപ്ലീറ്റ് നാച്ചുറൽ ആണ്. അതായത് നമ്മൾ ഒരു കരിക്കുന്ന വെള്ളം എടുത്തിട്ട് എത്ര വിശ്വസിച്ചിട്ടാണോ കുടിക്കുന്നത്, അത്രയും വിശ്വാസ്യതയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബയോ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അത്രയും നാച്ചുറൽ ആണ്. യാതൊരുവിധ സൈഡ് എഫക്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ച് നിലവിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ടും ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ ഗുണമായിട്ടും അത് മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രോഗം വന്നിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്നതിലപ്പുറം രോഗം വരാണ്ടിരിക്കാനുള്ള കരുതൽ എന്നോണം നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. പല വീടുകളിലെ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, അതായത് ഒരു രോഗം വന്നിട്ട് 1 കോടിക്ക് മുകളിൽ പൈസ ചെലവാക്കിയ ആളുടെ വീട്ടിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ആ അമ്മയെ റിക്കവർ ആക്കി എടുക്കണം എന്നുള്ള അച്ഛന്റെയും മക്കളുടെയും ആഗ്രഹം. 1 കോടി രൂപ അവർ അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ചെല്ലുന്ന സമയത്തിന് അത്രയും സമയം കൊണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ 1 കോടി രൂപ ആദ്യം ആരോഗ്യമുള്ള സമയത്ത് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. കാരണം ഞാനൊക്കെ ഇത് അനുഭവിച്ച ആളാണ്. അതായത് ഒരു 2022 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കിടപ്പിലാണ്. ആ കിടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കുറച്ച് മുന്നേ എനിക്കിത് ശ്രദ്ധിക്കാമായിരുന്നു. ഇപ്പൊ ഇത്ര അധികമാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ആദ്യം ഇതിനെ കുറിച്ചൊന്ന്, സ്വന്തം ആരോഗ്യത്തിനെ കുറിച്ച് എനിക്ക് അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് ഇടയിൽ എനിക്ക് എന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എത്രയോ ആളുകൾ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിട്ടും പൈസ ഉണ്ടായിട്ടും അതിന് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ അത് മാറ്റി വെക്കുക. കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്ത് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്കുണ്ട്. ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇത് നാച്ചുറോപ്പതിയിലേക്കാണ് ഇത് അംഗീകൃതമായിട്ടുള്ളത്. 2021 ഇത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ആളുകൾ അറിഞ്ഞ് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ആയുഷിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ നാച്ചുറോപ്പതി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അക്യുപഞ്ചർ, അക്യുപ്രഷർ, മഡ് തെറാപ്പി, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് രീതികൾ കാണാം. അതിൽ ലേറ്റസ്റ്റ് 2021 അംഗീകൃതമായതാണ് ഈ ബയോ മാഗ്നറ്റിക് തെറാപ്പി. കൃത്യമായിട്ട് ഇത് പഠിക്കുക, മനസ്സിലാക്കുക, ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ആരോഗ്യപരമായിട്ട് ഈ ഒരു പ്രൊഡക്ട്സിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പല രാജ്യങ്ങളും പല രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ജപ്പാൻ, ചൈന, കൊറിയ ഒക്കെ 3000ഓളം വർഷമായിട്ട് ഫോളോ ചെയ്തു പോരുന്ന സിസ്റ്റമാണ് മാഗ്നറ്റിക് തെറാപ്പി. അവിടെ ഓർണമെന്റ്സ് രൂപത്തിലാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ കോഴിക്കോട് ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിലുള്ള ഒരു മാല ഊരിയിട്ട് എന്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, മാഡം ഇതിന് എത്ര കോസ്റ്റ് ഉണ്ടാവും, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് കാണുമ്പോൾ ഒരു കറുപ്പ് മുത്തുമാല അത്രയും ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ഇനിയിപ്പോ അദ്ദേഹം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ അതിന് പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു ഒരു 2000 അത്രയും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ.
ഞാനത് പറയുകയും ചെയ്തു. ഒരു 2000 രൂപയൊക്കെ കോസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് 48,000 രൂപ വിലയുണ്ട് അത്രേ ആ കറുപ്പ് മുത്തുമാലയ്ക്ക്. അത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഓർണമെന്റ് ആണ്. അദ്ദേഹം അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്തതാണെന്നുള്ളത്. അത് ഏതോ കൺട്രിയുടെ പേര് പറഞ്ഞു. അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വാങ്ങിച്ചതാണെന്നുള്ളത്. അന്ന് എന്റെ കൂടെ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഷംന മാഡം, നമ്മളെ നാട്ടിലാണ് ഈ 48,000 രൂപയെങ്കിൽ തൊട്ടടുത്ത ജ്വല്ലറിയിലേക്ക് നമ്മൾ പോകും. കറക്റ്റാണ്, നമ്മൾ സ്വർണ്ണമാ വാങ്ങിച്ചിടുന്നത്. സ്വർണം കൊണ്ട് ഒരു ഹെൽത്ത് ബെനിഫിറ്റും ഇല്ല, ഗുണവും ഇല്ല ദോഷവും ഇല്ല, നമുക്ക് ഭംഗിക്ക് ധരിക്കാന്നേ ഉള്ളൂ. പക്ഷെ പല രാജ്യങ്ങളും അവർ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഓർണമെന്റ്സിലേക്കാണ്. അത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആരോഗ്യപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അതിലുണ്ടായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ നിയോ ഡയമണ്ട് മാഗ്നറ്റ്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതിയുള്ളത്. ഇതിൽ പീരിയോഡിക് ടേബിളിലെ 60ാമത്തെ മൂലകമായിട്ട് ഇതിനെ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഇതിന്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പരിശോധിക്കാം. ഇതിൽ N12, N22, N35, N50, ആ 50 അബോവ് വരുന്നതെല്ലാം ഹൈപ്പവർ മാഗ്നറ്റ്സ് ആണ്. മെഷീൻ, അതായത് MRI സ്കാനിങ് അങ്ങനെയുള്ള മെഷീനുകളിലേക്കൊക്കെ പോകുന്നത് ഹൈപ്പവർ മാഗ്നറ്റ്സ് ആണ്. നമ്മളതിൽ വരുന്നത് N35 മാഗ്നറ്റ്സ് ആണ്. അത് നമുക്ക് ഈ നമ്മളെ പ്രൊഡക്ട്സുകൾ പല രീതിയിൽ, അതായത് ഐറ്റംസ് മാത്രമേ മാറുന്നുള്ളൂ. കണ്ടന്റ് ഈ നിയോഡാമിയം മാഗ്നറ്റ് ആണ് വരുന്നത്. അത് വാട്ടർ എനർജി പാഡ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി. മാട്രസും പില്ലോ പാഡും, അതേമാതിരി പില്ലോ പാഡ് ഞാൻ ഒന്ന് എക്സ്പെഷ്യലി എടുത്തു പറയുകയാണ്. അതായത് പില്ലോ പാഡ് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഈ ഒരു പില്ലോ പാഡ് നമ്മൾ തലയ്ക്ക് വെച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള കറക്റ്റ് ഫംഗ്ഷൻ, അതായത് നമ്മൾ എന്ത് ആക്ഷൻ ചെയ്യണമെങ്കിലും മെസ്സേജ് പോകുന്നത് ബ്രെയിനിൽ നിന്നാണ്. അപ്പൊ തലനാരിഴ വലിപ്പമുള്ള ഞരമ്പുകൾ പോലും അതിലുണ്ട്. അത് കൃത്യമായിട്ട് അതിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടാതെ വരുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ചില ആളുകൾക്ക് പാർക്കിൻസൺ, അതേപോലെ ബാലൻസിന്റെ പ്രശ്നം, അൾഷിമേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിധിയിലധികം ഗുണം ചെയ്യുന്ന സംഭവമാണ് നമ്മളുടെ പില്ലോ പാഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ തലയ്ക്ക് വെക്കുക, അതിന്റെ മുകളിൽ തല വെച്ചിട്ട് കിടക്കുക. ഇങ്ങനെ 5ഓളം ഐറ്റം അടങ്ങുന്ന ഒരു പാക്കേജ് നമുക്കുണ്ട്. കൂടാതെ നമുക്ക് ബയോ മാഗ്നറ്റിക് ബ്ലാങ്കറ്റ് അവൈലബിൾ ആണ്. കാരണം നമ്മൾ കിടക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാഫ് തെറാപ്പിയാണ്. നമുക്കത് ഫുൾ തെറാപ്പി ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് എന്തുണ്ട്, ബയോ മാഗ്നറ്റിക് ബ്ലാങ്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ നമ്മുടെ എൻട്രി പാക്കേജുകൾ നമുക്കൊന്ന് നോക്കാം. 4000 രൂപയ്ക്ക് നമുക്ക് സ്റ്റെം സെല്ലാണ്, 200 ഗ്രാമിന്റെ 2 സ്റ്റെം സെല്ലിന്റെ ബോട്ടിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള, അതായത് 9 ബെറീസിന്റെ എക്സ്ട്രാക്ട് ആണ് നമുക്ക് അതിൽ വരുന്ന മൂലകോശങ്ങൾ. കൃത്യമായിട്ട് നമ്മുടെ എന്താ പറയാ സെല്ലുകൾക്കുള്ള ഫുഡ് അങ്ങനെ വേണം അതിനെ പറയാൻ. നമ്മളെ കോടാനുകോടി സെൽസിനെ നിർമ്മിച്ചതാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 120 വർഷം ജീവിക്കാനുള്ള കോശങ്ങൾ തന്ന് അനുഗ്രഹിച്ചിട്ടാണ് പടച്ചവൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടത്. നമ്മളത് 50ലും 60ലും ഒക്കെ തീർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊള്ളരുതായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ ഇന്ന് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് പ്രയാസം നേരിടുന്നുണ്ടോ, അത് നമ്മൾ ഇന്നലെ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വന്നതാ. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്ക് പോവാണ്ടിരിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകളെ കുറിച്ച് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ സെല്ലുകൾക്കുള്ള ഫുഡാണ്. കൃത്യമായിട്ട് നമുക്കത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പാക്കേജ് നമുക്കുണ്ട്. കൂടാതെ നമുക്ക് 4599 രൂപയുടെ സ്റ്റെം സെല്ലും അതേപോലെ റിസ്റ്റ് ബാൻഡും വരുന്ന ഒരു പാക്കേജ് അവൈലബിൾ ആണ്. ബ്ലാങ്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫുൾ തെറാപ്പി, അതായത് കിറ്റ്, അതായത് ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാനുള്ള 5 ഐറ്റം അടങ്ങുന്ന പാക്കേജ് നമുക്ക് 10,499 രൂപയാണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അത്രയും പ്രൊഡക്ട്സുകൾ നമുക്ക് അതിലുണ്ടായിരിക്കും. അതിന്റെ ഫുൾ തെറാപ്പി കിറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 17,000 രൂപ കൊടുത്ത ബ്ലാങ്കറ്റ് അടക്കം വരുന്ന കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 10,600 രൂപയ്ക്ക് നമുക്ക് സ്റ്റെം സെല്ലും പെയിൻ റിലീഫ് പാച്ചും ഫുഡ് പാച്ചും ബെറി ജ്യൂസും അടങ്ങുന്ന പാക്കേജ് ഉണ്ട്. ഇതിൽ ഫുഡ് പാച്ച്, പെയിൻ റിലീഫ് പാച്ച്, ഇത് രണ്ടും ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രോഡക്റ്റ് ആണ്. അതായത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പെയിൻ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾക്ക് നമുക്ക് പെയിൻ റിലീഫ് പാച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ ഫുഡ് പാച്ച്, നമ്മുടെ ഉള്ളിലെ ടോക്സിൻ കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫുഡ് പാച്ച് എന്ന് പറയുന്നത്. രാത്രി നമ്മൾ കാലെല്ലാം കഴുകി വൃത്തിയാക്കി കിടക്കാൻ പോകുന്ന സമയത്ത് കാലിന്റെ അടിയിൽ ഈ പാച്ച് ഒട്ടിച്ച് വെക്കുക. രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ എല്ലാ ടോക്സിനും, ഇപ്പൊ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ആ സിഗരറ്റിന്റെ ടോക്സിൻ നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ടോക്സിൻ പുറത്തേക്ക് എടുക്കും. എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ ടോക്സിൻ, അത് ഓരോ ഡേയിലും ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന കളർ ചേഞ്ചിങ്, അതായത് നമ്മുടെ ബോഡിയിലെ ടോക്സിനുകൾ അത്രയും റിമൂവ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഇതിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇത് യൂസ് ചെയ്തത്, അതായത് ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്തതാണ്. കറക്റ്റ് ഞാൻ അന്ന് അത് ഫീൽ ചെയ്യുകയും ചെയ്തതാണ്.
ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. കൂടാതെ നമുക്ക് ബ്ലാങ്കറ്റ് വരുന്ന പാക്കേജുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ അനുയോജ്യമായിട്ട്, അതായത് നമ്മളുടെ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം, ഇന്ന് ഒരു ചെറിയൊരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും മിനിമം 50,000 1,00,000 രൂപ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പൊ അവിടേക്ക് നമ്മൾ ഒരു ബിസിനസ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക, തൃപ്തികരം എന്ന് തോന്നിയാൽ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ എല്ലാ റേറ്റിൽ വരുന്ന ഐറ്റംസുകളും നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട സിംഗിൾ സെറ്റ് ഉണ്ട്, അതിന്റെ ഡബിൾ സെറ്റ് പാക്കേജിന് 18,000 രൂപ ഒറ്റ ഷീറ്റ് ആയിട്ട് കിട്ടും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫാമിലി കിറ്റ് അങ്ങനെ പർച്ചേസ് ചെയ്യാം. ഇനി ഡബിൾ സെറ്റ്, അതായത് ഡബിളിൽ നമുക്ക് സെപ്പറേറ്റ് ബ്ലാങ്കറ്റ്, സെപ്പറേറ്റ് മാട്രസ് പാഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 18,500 കൊടുത്താൽ ഒരു 500 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ നമുക്ക് വരുന്നത്. അങ്ങനെ എലൈറ്റ് കംഫർട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് 25,000 പാക്കേജ്, 33,000, 38,000 എല്ലാ പാക്കേജും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏത് പ്രോഡക്റ്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഒരു കസ്റ്റമർ ആയിട്ട് ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് പ്രോഡക്റ്റ് ഫീൽ ചെയ്യാം, ഹാപ്പി കസ്റ്റമർ ആയിട്ട് നിലനിൽക്കാം. ഈ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിലൂടെ ഒരു വരുമാന മാർഗം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മണിറായ മാർക്കറ്റിംഗ് കമ്പനി നമ്മളെ മുന്നിലേക്ക് വെക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വിനിയോഗിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് 1960 കാലഘട്ടങ്ങളിൽ 100 രൂപ മതിയായിരുന്നു ഒരു ഫാമിലിക്ക് ഹാപ്പി ആയിട്ട് ഒരു മാസം ജീവിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത 20 വർഷം കഴിഞ്ഞപ്പം ഒരു 0 കൂടി ആഡായി. അതായത് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. അടുത്ത 20 വർഷം കഴിഞ്ഞപ്പം അതിന്റെ കൂടെ ഒരു 0 കൂടി വന്നു. 10,000 രൂപ ഉണ്ടെങ്കിൽ രാജാവായിരുന്നു. കാരണം ഒരു 10,000 രൂപയൊക്കെ മാസം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ 20 കാലഘട്ടം കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം, അതിൽ ഒരു 0 കൂടി എക്സ്ട്രാ വരാന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. 1,00,000 രൂപ വേണം ഇന്ന് നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾ, വലിയ ലക്ഷറിയസ് ലൈഫ് ഒന്നല്ല ഞാൻ പറയുന്നത്, നമ്മളെ നെസസറി ആയിട്ടുള്ള ഒരു അത്യാവശ്യ കാര്യങ്ങൾ കടന്നു പോകണമെങ്കിൽ പോലും ഇന്നിപ്പോ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടുണ്ടെങ്കിൽ വീട് ലോണ്, കാർ ഉണ്ടെങ്കിൽ കാർ ലോണ്, മക്കളുണ്ടെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം ലോണ്, എല്ലാം ലോണിൽ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ അത് നമ്മളെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടൽ പ്രകാരം ജീവിച്ചു പോകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ അനിവാര്യമായിട്ട് നമുക്ക് എന്ത് വേണം, മാസം 1,00,000 രൂപ വരുമാനം വേണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും നിലവിലുള്ള വരുമാനത്തിനൊപ്പം അഡീഷണൽ ഒരു ഇൻകം വേണം എന്നുള്ളത് ആഗ്രഹിക്കാനുള്ള കാരണം പോലും അതാണ്. കാരണം ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ നിത്യ ചെലവാണ് വർദ്ധിക്കുന്നത്, വരുമാനം വർദ്ധിക്കുന്നില്ല. ചെലവ് കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. പക്ഷെ വരുമാനം അത്ര ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം, ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് തന്ന വ്യക്തി അതിനുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് തരികയാണ്. അതായത് ഇവിടെ കമ്പനി നമുക്ക് ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് ഇൻകം തരുന്നുണ്ട്. ഈ ഇൻകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റ് നമ്മൾ ബൈ ചെയ്യാം. പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പാക്കേജുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി, അതിൽ ഏതെങ്കിലും ഒരു പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഡയറക്റ്റ് റെഫറലിൽ 2 വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും, ഒരു ബിഗിനർ ആയിട്ട് കടന്നു വന്നതാണ്. ആ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തു, റിസൾട്ട് കിട്ടി, 2 വ്യക്തികളോട് നമ്മൾ പറയുന്ന സമയത്ത് 2 പേര് മിനിമം 3,000 PVD, അതായത് നേരത്തെ ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ടിലെല്ലാം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊരു PV നിശ്ചയിച്ചിട്ടുണ്ട്. ആ PVയുടെ കാൽക്കുലേഷനിലാണ് നമുക്ക് ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കോളത്തിൽ കണ്ടാൽ മനസ്സിലാവും. അതായത് നമ്മുടെ എൻട്രി ബോക്സുകൾ ഏതൊക്കെയാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്, അടുത്തൊരു ലൈൻസിൽ വരുന്നത് കംപ്ലീറ്റ് അതിന്റെ PV മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ PV കാൽക്കുലേഷനിലാണ് കമ്പനി നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ബൈ ചെയ്തു എന്നതിൽ ഇവിടെ ഒരു കാര്യമില്ല, നമ്മൾ എടുക്കുന്ന അതിന്റെ PV ആണ് കമ്പനി ഇവിടെ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു PVക്ക് 33 പൈസയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്തു, നമ്മളുടെ കൂടെ 2 വ്യക്തികളെ നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിൽ 3,000 PVയുടെ പർച്ചേസ് അവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രൈറ്റീരിയ, 2 പേരും പർച്ചേസ് ചെയ്യുന്നത് എന്നാണ്, ഒരു വ്യക്തി ഇന്ന് പർച്ചേസ് ചെയ്തു, അടുത്ത വ്യക്തി അടുത്ത ആഴ്ചയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും, ഇല്ല അടുത്ത മാസമാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നു. നിങ്ങൾ ബിഗിനർ എന്ന സ്ഥാനത്ത് നിന്ന് മാറി കമ്പനിയുടെ സെയിൽസ് പ്രൊമോട്ടർ എന്നുള്ള റാങ്കിലേക്ക് മാറുന്നു.
ഒപ്പം നിങ്ങൾക്ക് 750 രൂപ വെൽക്കം ബോണസ് ആയിട്ട് കിട്ടും. അതിന്റെ ഒപ്പം തന്നെ 2500 രൂപ വില വരുന്ന നമ്മുടെ സ്റ്റെം സെൽ, നേരത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടായി ആ പ്രോഡക്റ്റ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി നമ്മുടെ കൊറിയറിലേക്ക് അയച്ചു തരും. ഒരുപാട് പേർക്ക് ഇത് കിട്ടി, അവരതിന്റെ സന്തോഷം വിളിച്ചറിയിക്കാറുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ എൻട്രി പാക്കേജുകൾ, അതായത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ കൂടെ വരുന്ന ആളുകൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് നമ്മളുടെ 4000 രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് 1000 PV ആണുള്ളത്. അപ്പൊ 1000 PV നമ്മുടെ ഓർഗനൈസേഷൻ 1 ഇന്ന് സെയിൽ നടന്നു. ഇനി അടുത്ത ദിവസമാണ് അടുത്ത ഓർഗനൈസേഷനിൽ പർച്ചേസ് നടക്കുന്നതെങ്കിൽ പോലും എന്തുണ്ടാവും, ഇതിന്റെ 1000 PV എന്ന് പറയുമ്പോൾ 2000 PV ആയി. അപ്പം ആ 2000 PV ഇൻറ്റു 0.33 എന്ന് പറയുമ്പോൾ 660 രൂപ നമ്മുടെ കമ്മീഷനാണ്. അത് എപ്പോൾ സെയിൽ നടന്നാലും നമുക്ക് കിട്ടും. ഇനി ഇതിന് കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊമോഷൻ ബോണസ് തരുന്നുണ്ട്. ഈ 2 വ്യക്തികളെ നമ്മളാണ് കണക്ട് ചെയ്തതെങ്കിൽ ആ വ്യക്തികൾ വന്നതിന് നമുക്ക് 500 രൂപ വെച്ചിട്ട് 2 സൈഡുന്നു. അപ്പൊ 1000 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പ്ലസ് PV മാച്ചിങ് ഇൻകം ആയിട്ട് 660 രൂപ, ടോട്ടൽ 1660 രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് 10,499 രൂപയുടെ പാക്കേജ്. ഇപ്പൊ എല്ലാവരും ഒരു സിംഗിൾ പാക്കേജ് എടുത്തിട്ട് ജോയിൻ ചെയ്യാന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. കാരണം അത് വൺസ് വാങ്ങിച്ചാൽ 25 വർഷം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് നമ്മളെ സർക്കുലേഷൻ, കാരണം ഈ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറയണ്ടായി, നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനാണ് അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് സർക്കുലേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാലും അതിന്റെ ഗുണം ചെയ്യും. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ഒരു ഐറ്റം ആണ് ഈ 10,499 രൂപ, അല്ലെങ്കിൽ അതിന്റെ ഡബിൾ സെറ്റ് 18,500 നമ്മൾ വാങ്ങിക്കാം. അപ്പൊ ഇത് വാങ്ങിക്കുന്ന ഇതിന്റെ സെയിലാണ്, ഈ 10,499 സെയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ടീമിൽ നടക്കുന്നതെങ്കിൽ ഈ സെയിൽ നടക്കുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3500 PV ആണ് അതിനുള്ളത്. അപ്പൊ 2 സൈഡിലും ബിസിനസ് നടക്കുമ്പോൾ 7000 PV ഇൻറ്റു 0.33 എന്ന് പറയുമ്പോൾ 2310 രൂപ എപ്പം ടീമിൽ സെയിൽ നടന്നാലും നമുക്ക് കിട്ടും. അത് നമ്മളുടെ റെഫറലാണ്, അല്ലെങ്കിൽ നമ്മളാണ് ആ വ്യക്തികളെ കൊണ്ടുവന്നതെങ്കിൽ അത് ഒരു 1 വീക്കിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രൊമോഷൻ ബോണസ് ആയിട്ട് 750 അതായത് 1500 രൂപ കൂടി അഡീഷണൽ കിട്ടും. ടോട്ടൽ 3810 രൂപയാണ് നമുക്ക് 10,499 രൂപയുടെ സെയിൽ മാച്ച് ആവുന്ന സമയത്ത് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ മാച്ചിങ് ബോണസ് ഡെയിലി ഇൻകം ആണ്. ഇന്ന് മാച്ച് ആയാൽ നാളെ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരാളും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 16,000, 17,000, 18,000, 18,500 ഈ ബോക്സുകൾ, ഈ എൻട്രി ബോക്സുകളാണ് നമ്മുടെ ടീമിൽ പർച്ചേസ് നടക്കുന്നതെങ്കിൽ ടീമിൽ നടന്നാൽ 4,950 രൂപ, അതായത് ഇതിന്റെ 7,500 PV ആണ് വരുന്നത്. അപ്പൊ 7,500 എന്ന് പറയുമ്പോൾ 15,000 ഇൻറ്റു 0.33 എന്ന് പറയുമ്പോൾ 4,950 രൂപ നമുക്ക് ഇതിന് എന്ത് കിട്ടുന്നുണ്ട്, മാച്ചിങ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പ്ലസ് ഈ വ്യക്തികളെ നമ്മളാണ് കണക്ട് ചെയ്തതെങ്കിൽ, അതൊരു 1 വീക്കിന്റെ ഉള്ളിലാണ് ഈ 2 വ്യക്തികളെ നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊമോഷൻ ബോണസ് ആയിട്ട്, ലെഫ്റ്റ് പ്രൊമോഷൻ ബോണസ് ആയിട്ട് 1000 രൂപ കിട്ടും, റൈറ്റ് പ്രൊമോഷൻ ബോണസ് ആയിട്ട് വീണ്ടും 1000 രൂപ, അപ്പൊ 2000 രൂപ അങ്ങനെയും കിട്ടും. ടോട്ടൽ 6,950 രൂപ നമുക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ മുകളിൽ കൊടുത്ത മെൻഷൻ ചെയ്ത ഏത് പാക്കേജ് ആണെങ്കിലും നമ്മുടെ ഇൻകം 6,950 രൂപയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇത് ഡെയിലി ബോണസ് ആണ് ഞാൻ ഇപ്പൊ സംസാരിച്ചത്. അതിന്റെ കൂടെ ഡെയിലി പെർഫോമൻസ് ബോണസ് നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഈ പെർഫോമൻസ് ബോണസിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇതൊരു ടീം വൈസ് ആണ്. അതായത് ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, ഒരു ടീം വർക്കാണ്. നമ്മളെ ലെഫ്റ്റ് ഓർഗനൈസേഷൻ, റൈറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അധികം വ്യക്തികൾ നാളെ ബിസിനസ്സിലേക്ക് നമ്മളെ കൂടെ കടന്നു വരും. ആ സമയത്ത് ഒരു സ്റ്റെം സെല്ല്, ഒരു ബയോമാഗ്നറ്റിക് കിറ്റ് അങ്ങനെയൊന്നും അല്ല പർച്ചേസ് നടക്കുക, ഒരുപാട് അധികം പർച്ചേസ് നടക്കും. നമുക്കറിയാം, ഒരു ദിവസം തന്നെ 30, 36 എൻട്രികളൊക്കെ കയറി പോകുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ നമ്പർ ഓഫ് സെയിലിന്, അതായത് അവിടെ PV കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അവിടെ നോക്കുന്നത് നമ്പർ ഓഫ് സെയിൽ, അതായത് ലെഫ്റ്റിൽ 2 സെയിൽ, റൈറ്റിൽ 2 സെയിൽ വരുന്ന സമയത്ത് അഡീഷണൽ ഇൻകം ആയിട്ട് പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞിട്ട് 1,000 രൂപ കമ്പനി നമുക്ക് തരുന്നുണ്ട്. കൂടാതെ അത് 4 സെയിലാണ് മാച്ച് ആവുന്നതെങ്കിൽ 3,000 രൂപ, 8 സെയിലാണ് മാച്ച് ആവുന്നതെങ്കിൽ 5,000 രൂപ, 10 സെയിൽ മാച്ചിങ്ങിന് 7,000 രൂപ. അങ്ങനെ ഒരു സെയിൽസ് പ്രൊമോട്ടർ റാങ്കിൽ നിന്നിട്ട് ഒരു പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് ഒരു കട്ട് ഓഫിൽ 7,000 രൂപ വാങ്ങിക്കാം. അപ്പൊ 2 കട്ട് ഓഫ് നമുക്കുണ്ട്. നമ്മളെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 5 AM ടു ഈവനിങ് 5 PM, ഈവനിങ് 5 PM ടു മോർണിംഗ് 5 AM. ഈ 2 സൈക്കിളിലായിട്ട് 2 ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം വാങ്ങിക്കാം. അപ്പൊ 7,000 രൂപ 2 സൈക്കിളിൽ വരുമ്പോൾ നമുക്ക് എന്താവും, 14,000 രൂപ കിട്ടും. കൂടാതെ നമ്മളുടെ ഡെയിലി പെയർ മാച്ച് ഇൻകം എന്ന് പറയുന്നത് ഒരു കട്ട് ഓഫിൽ 5,000 രൂപയാണ്. ഇപ്പൊ 2 കട്ട് ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു, 10,000 രൂപ അങ്ങനെയും കിട്ടും. ടോട്ടൽ 24,000 രൂപ
ഒരു സെയിൽസ് പ്രൊമോട്ടർക്ക് ഒരു ദിവസം വരുമാനമായിട്ട് വാങ്ങിക്കാം. ഇനി അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ചെയ്യുന്ന അതേ പണിക്ക് നമ്മൾ റാങ്ക് ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് അധിക വരുമാനം വാങ്ങിക്കാം. നിങ്ങൾക്കറിയാം, ഈ ഒരു സിസ്റ്റം പ്രകാരം നമുക്ക് ഒരുപാട് റാങ്കുകൾ ഉണ്ടായിരിക്കും. ആ റാങ്കുകൾ ഓരോന്ന് വിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് അവാർഡ്സ്, റിവാർഡ്സ്, അതോടൊപ്പം നമുക്ക് ഇങ്ങനെ ഇൻകത്തിലൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ സെയിൽസ് പ്രൊമോട്ടർ റാങ്കിൽ നിന്നിട്ട് അടുത്ത റാങ്ക് സെയിൽസ് ഹെഡിലോട്ട് പോവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, നേരത്തെ നമ്മൾ ഈ ബിസിനസ്സിൽ കടന്നു വന്നു, നമ്മൾ ഒറ്റയ്ക്ക് വന്നു, നമ്മൾ 2 വ്യക്തികൾക്ക് ഇത് കണക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതേ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 പേരെ ലെഫ്റ്റിലും 3 പേരെ റൈറ്റിലും നമ്മൾ സ്പോൺസർ ചെയ്യുക ഡയറക്റ്റ് ആയിട്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അവരിലൂടെ 30 എൻട്രി ലെഫ്റ്റിലും 30 എൻട്രി റൈറ്റിലും നടക്കണം. ഏത് 7500 PV എൻട്രി വരണം. ഈ 3 വ്യക്തികളിൽ നിന്ന് അവർ കണക്ട് ചെയ്ത് വരുന്ന എവിടെ ട്രീയിൽ എവിടെ നടന്നാലും കുഴപ്പമില്ല, 30 എൻട്രി ലെഫ്റ്റിലും 30 എൻട്രി റൈറ്റിലും വരുന്ന സമയത്ത് നമ്മൾ അടുത്ത റാങ്കിലോട്ട്, സെയിൽസ് ഹെഡ് എന്നുള്ള റാങ്കിലോട്ട് മാറും. അവിടേക്ക് മാറുമ്പോൾ നമ്മുടെ ഡെയിലി ക്യാപ്പിംഗ് ഇൻകം നേരത്തെ 5000 രൂപയായിരുന്നെങ്കിൽ, സെയിൽസ് പ്രൊമോട്ടർക്ക് 5000 രൂപയാണെങ്കിൽ സെയിൽസ് ഹെഡിന് നമുക്ക് 7500 ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി പെർഫോമൻസ് ബോണസ് പറയണ്ടായി, അത് 7000 ആണ് കിട്ടുന്നതെങ്കിൽ ഒരു സെയിൽസ് ഹെഡിന് നമുക്ക് 9000 കിട്ടും. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഇൻകം എന്ന് പറയുന്നത്, ഒരു സെയിൽസ് പ്രൊമോട്ടർക്ക് 24000 ആണെങ്കിൽ സെയിൽസ് ഹെഡ് ആവുമ്പോൾ 33000 രൂപ നമുക്ക് ഇൻകം ആയിട്ട് കിട്ടും. അതാണ് അതിൻ്റെതാ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 10 സെയിൽ മാച്ച് ചെയ്യുന്ന സമയത്ത് 9000 രൂപ നമുക്ക് എന്താവുന്നുണ്ട്, ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സെയിൽസ് പ്രൊമോട്ടറുടെ ഒരു ദിവസത്തെ ഇൻകം എന്ന് പറയുന്നത് 33000 രൂപ. അപ്പൊ ഒരു മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറൌണ്ട് 10 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈപ്പ്, അതായത് ഡെയിലി പെർഫോമൻസും ഡെയിലി PV മാച്ചിങ് ഇൻകം മാത്രമായിട്ട് കമ്പനി തരാൻ തയ്യാറാണ്. ആരൊക്കെ ഈ രീതിയിൽ പെർഫോം ചെയ്യുന്നോ അല്ലെങ്കിൽ ബിസിനസ് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നോ ആ ആളുകൾക്കെല്ലാം ഈ ഇൻകം വാങ്ങിച്ചെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വീക്കിലി ബോണസ്. ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. കാരണം ഓൾറെഡി പെയർ മാച്ചിങ് നമുക്ക് തന്നു, കൂടാതെ പെർഫോമൻസ് ബോണസും തന്നു. നോർമലി ഒരു കമ്പനിയെ സംബന്ധിച്ച് നടന്ന ബിസിനസ്സിനുള്ള കാര്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി അത് വീക്ക് എൻഡിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം സാധാരണഗതിയിൽ ഇല്ല. പക്ഷെ നമ്മുടെ കമ്പനി എങ്ങനെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാം എന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ വീക്ക് എൻഡിൽ നമ്മൾ ചെയ്ത എല്ലാ ബിസിനസ്സും വീക്ക് എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. 30000 PV ലെഫ്റ്റിലും 30000 PV റൈറ്റിലും ഉണ്ടെങ്കിൽ 10%, 3000 രൂപ നമുക്ക് കമ്മീഷനായിട്ട് തിങ്കളാഴ്ച നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ വാഷ് ഔട്ട് ആയി കമ്പനിക്ക് പ്രോഫിറ്റ് ആവേണ്ട സംഭവമാണ് കമ്പനി ഇവിടെ നമുക്ക് വീതിച്ചു തരുന്നത്. അങ്ങനെ അതിന്റെ 20% വരെ, 1,40,000 രൂപ വരെ കമ്പനി ഈ ഒരു ഇൻകം തരാൻ വേണ്ടിയിട്ട്, വീക്കിലി പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് തരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എല്ലാ വീക്കെൻഡിലും നമ്മൾ ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ വിചാരിക്കും 30,000 PV എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സെയിൽ നടക്കണം എന്നൊന്നുമില്ല. 7,500 സെയിൽ, 7,500 സെയിൽ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ഒരു 4 പേർ മാച്ച് ആയാൽ മതി. ആ സമയത്തേക്ക് നമുക്ക് എന്തുണ്ടാവും, അഡീഷണൽ ഇൻകം കിട്ടും. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് നമ്മുടെ ഈ വീക്കിലി പെർഫോമൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മന്തിലെ നമ്മുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെയിൽസ് ഹെഡിന് 33,000 രൂപ പെർ മന്തിൽ എടുക്കാന്ന് പറഞ്ഞു, പെർ ഡേയിൽ എടുക്കാം. അപ്പൊ പെർ മന്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9,90,000 രൂപ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ 1,40,000 നമുക്ക് ഒരു ആഴ്ചയിലാണ് തരാന്ന് പറയുന്നത്. അപ്പൊ ഒരു മാസത്തിൽ 4 ആഴ്ചയുണ്ട്. അപ്പൊ നമുക്ക് 5,60,000 രൂപ അങ്ങനെയും കിട്ടുന്നുണ്ട്. ടോട്ടൽ 15,50,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻകം ആയിട്ട് നമ്മുടെ ഡെയിലി മാച്ചിങ് ഇൻകം അതേപോലെ വീക്കിലി പെർഫോമൻസ് ഇൻകം മാത്രമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ആരൊക്കെ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നു അവർക്കൊക്കെ ആ ഇൻകം നേടിയെടുക്കാവുന്നതാണ്. കൂടാതെ റീപർച്ചേസ് ഇൻകം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ആണ്. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ഐറ്റംസ് ആണ് വീണ്ടും പർച്ചേസ് നടക്കുന്നത്. അതിനാണ് നമ്മൾ റീപർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ നിത്യ ചെലവെന്നാ പറയുന്നത്. ആ നിത്യ ചെലവിനെ എങ്ങനെ നിത്യ വരുമാനമാക്കി മാറ്റാം എന്നുള്ളതാണ് കമ്പനി നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റീപർച്ചേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. ഇവിടെ ഫസ്റ്റ് നമ്മളൊരു യൂസർ ബെനിഫിറ്റ് പറയണം. അതായത് ഇന്ന് നമ്മളെല്ലാവരും വീട്ടിലേക്കുള്ള ചെലവ് നടത്തുന്ന ആളുകളാണ്. ഇപ്പൊ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എന്താണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി പോകുന്നത്. അതായത് ഒരു വീട്ടിലെ അത്താണി എന്ന് പറയാം. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഇത്രയും കാലമായിട്ട് പുറത്തുനിന്ന് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കാം. വർഷങ്ങളായിട്ട് ഒരേ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇത്രയും കാലം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു,
MRP കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഈ MRP കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്കറിയാം കൃത്യമായിട്ട് ലെക്സ്, കോൾഗേറ്റ് ബ്രാൻഡ് തന്നെ നമ്മൾ പറയും. സോപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ മൈൻഡിൽ വരുന്നത് ലെക്സ് ആണ്. പേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ മൈൻഡിൽ വരുന്നത് കോൾഗേറ്റ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ MRP എത്രയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. നമ്മൾ ആ എമൗണ്ട് കൊടുത്തിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. 1 രൂപ പോലും നമുക്ക് കടക്കാരൻ കുറച്ച് തന്നിട്ടില്ല. പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 30 വർഷം മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് കടക്കാരൻ ഒരു കിറ്റ് തരുമായിരുന്നു. ഒരു പപ്പടം, ഒരു അച്ചാറ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു കിറ്റ് ഗിഫ്റ്റ് ആയിട്ട്, അതായത് ഒരു സന്തോഷമായിട്ട് നമുക്ക് അത് സ്ഥിരമായിട്ട് ആ കടയിൽ നിന്ന് തന്നെയല്ലേ വാങ്ങിക്കുന്നത്, അങ്ങനെ തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു തീപ്പെട്ടി പോലും തരുന്നത് കാണില്ല. കാരണം അത്ര പോലും തരാനുള്ള അവസ്ഥയിലല്ല ഇപ്പൊ ഉള്ളത്. അത്രയും മാർക്കറ്റ് ഡള്ളാണ്. നമുക്കറിയാം ഈ ഹൈപ്പർ മാർക്കറ്റുകൾ ഇതെല്ലാം വന്ന സമയത്ത് സാധാരണപ്പെട്ട കടക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ അവർ പോകുന്നത്. അപ്പൊ അവർക്ക് ഒരു സോപ്പ് വിറ്റാൽ ഒരു മാക്സിമം പോയാൽ ഒരു 1.5 രൂപയാണ് അധികം കിട്ടുന്നത്. അപ്പോ അത് ഇന്ന് ഒരുപാട് ചോയ്സ് ഉണ്ട്. പല ഓഫറുകളിൽ സാധനം കിട്ടാനുള്ളത് കൊണ്ട് ആളുകൾ ഈ മാളുകളിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഫ്രീ തരാൻ പോലും സാധനം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കമ്പനി കൃത്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്ട്സുകളും അപ് ടു 20% ഡിസ്കൗണ്ട് നമുക്ക് തരുന്നുണ്ട്. കൂടാതെ 3 മാസം പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മിനിമം പർച്ചേസ് 2500, മാക്സിമം 10,000 ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് 3 മാസത്തെ പർച്ചേസ് കഴിഞ്ഞാൽ 4ാമത്തെ മാസം അത്രയും പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരാൻ തയ്യാറാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു 1 രൂപ കുറച്ച് കിട്ടുന്ന കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുപോലും ഇല്ലാത്ത കാലത്താണ് ഇവിടെ 3 മാസം വാങ്ങിച്ചാൽ 4ാമത്തെ മാസം അത്രയും പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരാന്നാ കമ്പനി പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. 2500 രൂപയ്ക്ക് 3 മാസം വാങ്ങിച്ചു. 4ാമത്തെ മാസം നമ്മളെ വീട്ടിലെ ചെലവ് നടത്തുന്നത് കമ്പനിയാ. നമ്മൾ പൈസ കൊടുക്കണ്ട. ആ ചെലവിന് വേണ്ടി മാറ്റി വെച്ച പൈസ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും വിനിയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂസർ ബെനിഫിറ്റ് കമ്പനി ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഈ റീപർച്ചേസ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി റീപർച്ചേസ് ചെയ്യാൻ തയ്യാറായി. നമ്മളെ കൂടെ വരുന്ന ആളുകൾ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വൺസ് ലൈഫിൽ ഒറ്റ തവണ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5000 BV പർച്ചേസ് നടത്തുക. 5000 BV പർച്ചേസ് എന്ന് പറഞ്ഞാല് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 15,000 രൂപയുടെ ഉള്ളിൽ അത്രയേ വരുന്നുള്ളൂ. 13,000 രൂപയ്ക്കും 9,000 രൂപയ്ക്ക് വരെ ഈ 5000 BV കംപ്ലീറ്റ് ചെയ്ത ആളുകൾ നമ്മളെ ടീമിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തിനുള്ളിൽ ചെയ്താൽ മതി. ഇപ്പൊ 5-ാം തീയതി പോയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് എടുത്തു, ബാക്കി 10-ാം തീയതി, ബാക്കി 20-ാം തീയതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു മാസം കംപ്ലീറ്റ് ആ കലണ്ടർ മന്തിൽ നമ്മൾ ഈ 5000 BV കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴേക്കുള്ള ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ കമ്മീഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ നമുക്ക് PV ബേസിലും അല്ല SV ബേസിലും BV ബേസിലുമാണ് കമ്പനി നമുക്ക് ഇൻകം തരുന്നത്. അതിൽ നമ്മുടെ താഴെയുള്ള ആളുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഡയറക്റ്റ്, അതായത് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന വ്യക്തികളാണെങ്കിൽ അവർ ബൈ ചെയ്യുന്ന SV-യുടെ 35% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. അതിന്റെ താഴേക്ക് 8 ലെവലിൽ 8% കിട്ടുന്നുണ്ട്. സെക്കൻഡ് ലെവൽ മുതൽ 8% നമുക്ക് കിട്ടും. 9ാമത്തെ ലെവലിൽ 9% കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ പെർസെന്റേജ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു ഫാമിലി, അതായത് ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ഇപ്പൊ ഏതൊരു വീട്ടിലും 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്, ഏത് സാധാരണക്കാരുടെ വീട്ടിലും. അപ്പൊ അങ്ങനെ ബൈ ചെയ്യുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തു. എക്സാമ്പിൾ ഇപ്പൊ ഒരു 5000 പേര് നമ്മളെ ലെഫ്റ്റിലും 5000 പേര് റൈറ്റിലും ഈ ഒരു 2500-ന്റെ മിനിമം പർച്ചേസെങ്കിലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മാസത്തെ ഇൻകം ഏകദേശം 10 ലക്ഷം രൂപ ഉണ്ടായിരിക്കും ഈ കറക്റ്റ് കാൽക്കുലേഷൻ പ്രകാരം. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നതാ. നമ്മളൊരു പഞ്ചായത്ത് മതി നമുക്ക് മാസം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാക്കാൻ. നമ്മുടെ ആ ഒരു ഏരിയ മതി. കാരണം അത്രയും ഡിഷ് വാഷും അതേപോലെ ഈ ഫാബ്രിക് വാഷും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, പേസ്റ്റ്, സോപ്പ്, ഓയിൽ, ഷാമ്പു, ഇതെല്ലാം എല്ലാ വീടുകളിലും വാങ്ങിക്കുന്നതാണ്. ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC പോലുള്ള വിദേശ കമ്പനികളാണ് ഈ ടേൺ ഓവർ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. അത് കംപ്ലീറ്റ് നമ്മളതാക്കി മാറ്റാനുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നമുക്ക് തരുന്നത്. ഇനി ഇതിൽ BV ബേസിൽ ഇൻകം തരുന്നത് ബൈനറിയിലാണ്. അതായത് ബൈനറി മാച്ചിങ്ങിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റീപർച്ചേസിൽ ഇൻകം തരുന്നുണ്ട്. അത് നമുക്ക് എല്ലാ ബുധനാഴ്ചയാണ് ഇൻകം കിട്ടുന്നത്. അത് 1000 BV ലെഫ്റ്റിലും 1000 BV റൈറ്റിലും നമ്മൾ ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ അതിന്റെ 35% 350 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടും. 10,000 ആണെങ്കിൽ 3500. അങ്ങനെ എല്ലാ എത്രയാണോ BV മാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ 35% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും.
അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ് ഈ ഒരു റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത്. അത് നമുക്ക് ശരിക്കും ഇപ്പോഴല്ല ഇത് ഫീൽ ചെയ്യുക. ഒരു 100 മെമ്പേഴ്സ് ലെഫ്റ്റിലും 100 മെമ്പേഴ്സ് റൈറ്റിലും റെഗുലർ പർച്ചേസ് ചെയ്യുന്ന ഒരു ടീം ഡെവലപ്പ് ആയാൽ പോലും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5000 മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിന് മുകളിൽ മാസം വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ വേറെ എവിടെയും പോണ്ട. അങ്ങനെ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുക. കാരണം വൺസ് നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരു എന്താ പറയാ റെഗുലർ കസ്റ്റമർ ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ കമ്പനിയിൽ ഉണ്ട്. കാരണം അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ നല്ല യൂസർ ബെനിഫിറ്റ് കമ്പനി തരുന്നുമുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ റിലയൻസ് നമ്മൾ ആദ്യം നെറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അതായത് നമ്മൾ അത് ശീലിപ്പിച്ചു. പിന്നെ അത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെ മൈൻഡിനെ മാറ്റിയെടുത്തതിന് ശേഷം അവർ എന്ത് ചെയ്തു, അതിന് 199 ചാർജ് ഇട്ടു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അത് വാങ്ങിക്കാൻ തയ്യാറായി. അതായത് 199 രൂപ കൊടുത്താലും കുഴപ്പമില്ല, കാരണം നെറ്റ് ഇല്ലാണ്ട് നമുക്ക് പറ്റൂല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അത് കഴിഞ്ഞ് അതേ കസ്റ്റമറെ തന്നെ നിലനിർത്തിയിട്ടാണ് അവർ അത് 299 മാറ്റിയത്. 299 രൂപ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ നെറ്റിന്റെ കണക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനും നമ്മൾ എന്തായി, സന്നദ്ധരായി. കാരണം ചെയ്തേ പറ്റൂ, കാരണം നമ്മൾ അത് ശീലിച്ചു പോയതാണ്. നമുക്ക് അത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റി. അതേ കസ്റ്റമർ ഇന്നിപ്പം എന്ത് വേണം, 399 വേണം നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. വൺസ് കസ്റ്റമറായ ആ കസ്റ്റമറെയാണ് ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നത്, റിയൽ നെറ്റ്വർക്ക്. ആ റിയൽ നെറ്റ്വർക്ക് നമ്മൾ ഇവിടെയും ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മുടെ ബ്രാൻഡ് ഉപയോഗപ്പെടുത്തുന്ന ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റീനെ നമ്മളും ബിൽഡ് ചെയ്യാൻ പോവാ. ആ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 30 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് റീപർച്ചേസ് ഇൻകം ആയിട്ട് തരാൻ കമ്പനി തയ്യാറാണ്. അത് കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കുക. ഒരു മാസം ഒരു അറൌണ്ട് ഒരു 50 ലക്ഷത്തിന്റെ ഉള്ളിൽ, അതായത് 45,50,000 രൂപ ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് പ്ലാൻ പ്രകാരം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു മാസം ഈ അറൌണ്ട് 50 ലക്ഷത്തിന്റെ ഇൻകം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ഇതൊക്കെ പോസിബിൾ ആണോ, ഇതൊക്കെ നടക്കുന്നതാണോ? ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഡെയിലി 5ഉം 10ഉം ലക്ഷം എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. 5ഉം 10ഉം അല്ല, 50ഉം 60ഉം ഡെയിലി ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു മലബാർ ഗോൾഡിലൊക്കെ ഒരു ദിവസം നടക്കുന്ന സെയിൽ എത്രയാന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോ ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇതൊക്കെ പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിച്ചിരിക്കേ നിവർത്തിയുള്ളൂ. വേറൊരു ഓപ്ഷനും ഇല്ല. എല്ലാം ഇത് പോസിബിൾ ആണ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ മണി റായയുടെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ പ്രകാരം വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ല രീതിയിൽ അച്ചീവ്മെന്റ് എടുക്കാം. ഇവിടെ അച്ചീവ്മെന്റ് സിസ്റ്റത്തിന് ഒരു റാങ്ക് ഒക്കെ കമ്പനി നൽകുന്നുണ്ട്. അതായത് 25,000 രൂപ ഇൻകം വാങ്ങിച്ച ഒരു വ്യക്തിയെ കമ്പനി വിളിക്കുന്നത് സ്റ്റാർ എന്നാണ്. അത് 50,000 രൂപയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ റൂബി എന്നറിയപ്പെടുന്നു. കൂടാതെ 1 ലക്ഷം ആവുന്ന സമയത്ത് പേൾ റാങ്കിലേക്ക് മാറും. 2.5 ലക്ഷം ആവുന്ന സമയത്ത് എമറാൾഡിലേക്ക് മാറും. 5 ലക്ഷം വരുന്ന സമയത്തേക്ക് അത് സഫയറിലേക്ക് മാറുന്നുണ്ട്. 10 ലക്ഷം വാങ്ങിക്കുന്ന വ്യക്തിയെ ഡയമണ്ട് ആണെന്ന് വിളിക്കുന്നത്. അതിൽ 25 ആവുന്ന സമയത്ത് ഡബിൾ ഡയമണ്ട്, 50 കവർ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ ഡയമണ്ട്, 1 CR ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റോയൽ ഡയമണ്ട്, 2.5 CR ആവുന്ന സമയത്ത് ഇമ്പീരിയൽ റോയൽ ഡയമണ്ട്, 5 കോടി ആവുന്ന സമയത്ത് ക്രൗൺ ഡയമണ്ട്, 10 കോടി ആവുന്ന സമയത്ത് അംബാസിഡർ, ലാസ്റ്റ് വൺ വന്നിട്ട് 25 ക്രോർ ആവുന്ന സമയത്ത് ക്രൗൺ അംബാസിഡർ. ഒറ്റ കാര്യം ലക്ഷ്യം വെക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിൽ ഒരേ ഒരു കാര്യം സെറ്റ് ചെയ്യുക, എനിക്ക് ഡയമണ്ട് അടിക്കാം. ആ ഡയമണ്ട് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം ടീം നമുക്ക് ബിൽഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടാർഗറ്റ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഈ 25 കോടിയിലേക്ക് എത്തിക്കാനുള്ള സംഭവം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു 10 ലക്ഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. കാരണം റീപർച്ചേസിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. മാസം ഈ ഒരു ഇതേ സിസ്റ്റം ഉപയോഗപ്പെടുത്തിയിട്ട് 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന ലേഡി ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാസത്തെ അവരുടെ ഇൻകം എന്ന് പറയുന്നത് 1 കോടിക്ക് മുകളിലാണ്. അപ്പൊ ഒരു സ്ത്രീക്ക് അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കഴിവിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടിയാണത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പവർ ആണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെല്ലാം ജീവിതത്തിൽ എന്താവുന്നുണ്ട്, ഈ ഒരു രീതി പ്രകാരം സക്സസ് ആവുന്നുണ്ട്. അങ്ങനെ സക്സസ് ആയിട്ടുള്ള 2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താണ്. കേരളത്തിലേക്ക് ഈ അവസരം വന്ന സമയത്ത് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഇവർ തയ്യാറായി. കാരണം റീപർച്ചേസിന്റെ അനന്ത സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മാസം 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 2 വ്യക്തികളും ഈ മണി റായ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് അവരുടെ
ഒരു 120 ദിവസം പിന്നിട്ട സമയത്ത് ഏകദേശം 26 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഈ രണ്ട് വ്യക്തികളും വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ടോപ്പ് അച്ചീവേഴ്സ് ആണ് ആലപ്പുഴ ചേർത്തല സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഫി സാറും സേവ്യർ സാറും. ഈ രണ്ട് വ്യക്തികളുടെ എന്താ പറയാ ആ ഒരു കൺട്രോളിലാണ് ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീം ഒരുപാടധികം അച്ചീവ്മെന്റുകൾ എടുത്ത് ഒരുപാട് സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഗ്രേറ്റ് പേഴ്സണാലിറ്റികൾ. ഇവരെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അഭിമാനവും സന്തോഷവും മാത്രമാണ് എല്ലാ സൗത്ത് ഇന്ത്യൻ ടീമിലും ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രയധികം കാര്യങ്ങൾ ഇവര് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ റാങ്കുകൾ കാര്യങ്ങളൊക്കെ പറയുണ്ടായി. ഇവിടെ നമുക്ക് സെയിൽസ് ഹെഡ് എന്നുള്ള റാങ്കിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, സെയിൽസ് ഹെഡ് എന്നുള്ള റാങ്കിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് അധിക വരുമാനം കിട്ടുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ ടീമിൽ ഒരു 5 സെയിൽസ് ഹെഡ് ലെഫ്റ്റിലും 5 സെയിൽസ് ഹെഡ് റൈറ്റിലും വരുന്ന സമയത്ത് നിങ്ങളെ കമ്പനി മാനേജർ എന്ന പോസ്റ്റിലേക്ക് മാറ്റുന്നു. ആ മാനേജർ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വില വരുന്ന കാറാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ഇന്ന് മറ്റ് പല കമ്പനികളും കാർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. പക്ഷേ ഈ ഫണ്ട് ഒരു കാരണവശാലും എന്താവുന്നില്ല, പല ആളുകളും അത് ഒരു ട്രാപ്പിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ട്രാപ്പ് അല്ല ഉള്ളത്. ഇവിടെ ഗിഫ്റ്റ് ആയിട്ടാണ് കമ്പനി നിങ്ങൾക്ക് ഈ ഒരു കാറ് നൽകുന്നത്. കൂടാതെ ഒരു വിദേശ യാത്ര പോകാനുള്ള സൗകര്യം കൂടി ആ ഒരു റാങ്കിൽ നിന്നുകൊണ്ട് നമുക്ക് വാങ്ങിക്കാം. കൂടാതെ ടീമിൽ ഒരു മാനേജർ ലെഫ്റ്റിലും മാനേജർ റൈറ്റിലും ക്രിയേറ്റ് ചെയ്യുന്ന ആള് കമ്പനിയുടെ ഡയറക്ടർ പോസ്റ്റിലേക്ക് മാറും. ഈ ഡയറക്ടർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 2 വിദേശ യാത്ര വിത്ത് ഫാമിലി ആയിട്ട് നമുക്ക് പോകാം. കൂടാതെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 10% നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എല്ലാ ഡയമണ്ട് റാങ്കിൽ എത്തിയിട്ടുള്ള ആളുകൾക്കും തരാൻ വേണ്ടിയിട്ട് കമ്പനി തയ്യാറാണ്. ആരൊക്കെ ഫാസ്റ്റ് ആയിട്ട് ആ റാങ്കിലേക്ക് എത്തുന്നോ ആ റാങ്ക് എത്തിപ്പിടിക്കാന്നുള്ള കാര്യം മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തീരുമാനം നിങ്ങളാണ്. കാരണം പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതിനു മുന്നിൽ പകച്ചു നിൽക്കാനാണ് നമ്മളെല്ലാം വിചാരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വഴിമുട്ടി പോകുന്ന അവസ്ഥയിലേക്ക് മാറും. അല്ല, എന്റെ ജീവിതം ഞാൻ സ്വപ്നം കണ്ട ലെവലിലേക്ക് എനിക്ക് വളർത്തി കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് കൈ കിട്ടിയ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുടെ തുടക്കം നമ്മളിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. ആദ്യം നമ്മളെല്ലാവരും നമ്മുടെ കുറവുകൾ എന്താന്നുള്ളതല്ല നോക്കുന്നത്. നമ്മൾ അവിടേക്ക് ചൂണ്ടി ഇവിടേക്ക് ചൂണ്ടി ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഞാൻ എനിക്കിപ്പോ സംസാരിക്കാൻ നല്ല പ്രയാസമുണ്ട്. കാരണം ഞാൻ പല്ല് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ ഇത് ക്ലിപ്പ് ചെയ്തു. ഇത് ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൂം മീറ്റിംഗ് മാത്രമാണ്. ഞാൻ സൂം മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും അതിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ എന്റെ ഒരു കുറവാണല്ലോ അത്, എനിക്കത് നികത്തണം. അതിനാണ് ഞാൻ അത്ര പെയിൻ ആയിട്ട് ഈ സംഭവം കഴിഞ്ഞ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ ചെയ്തു. നല്ല പെയിൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്റെ കുറവിനെ ഞാൻ നികത്താം. ഈ നികത്തിയിട്ടല്ലേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കേണ്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരാൾക്ക് നേരെ വിരല് ചൂണ്ടുന്ന സമയത്ത് ചിന്തിച്ചാൽ മതി, ബാക്കി വിരലുകളെല്ലാം നമുക്ക് നേരെയുള്ളത്. അത് പലരും ചിന്തിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മള് കുറ്റങ്ങളും കുറവുകളും നമ്മളെ സിസ്റ്റർ റെഡിയില്ല, നമ്മുടെ മാതാപിതാക്കൾ ശരിയില്ല, നമ്മുടെ ഗവൺമെന്റ് ശരിയില്ല, മറ്റു കാര്യങ്ങൾ ശരിയില്ല, എല്ലാത്തിനും നമ്മൾ കുറ്റങ്ങളും കുറവുകളായിട്ടാണ് കാണുന്നത്. അതിന് നേരെയാണ് നമ്മൾ കൈ ചൂണ്ടുന്നത്. അങ്ങനെ ചൂണ്ടുന്ന ആ ഒരു വിരലെ അവരിലേക്ക് ചൂണ്ടുന്നുള്ളൂ, ബാക്കി എല്ലാ വിരലും നമ്മളിലേക്കാണ് ചൂണ്ടുന്നത്. അപ്പൊ നമ്മളെന്ന വ്യക്തിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തണം, ആ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് എക്സ്ട്രീം ലെവലിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിലേക്ക് കിട്ടിയ ഈ അവസരത്തെ കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിതിൻ സാർ നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളാശംസകളും ഈ ഒരു സൂം മീറ്റിംഗിലൂടെ നമുക്ക് നൽകാം. കാരണം ഈ വരുന്ന സൺഡേ അദ്ദേഹം വിവാഹിതനാവാൻ പോവാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാടധികം ആളുകളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനുള്ള ഒരു തിരി കൊളുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ടീമിലെ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് റാഫി സാറ്, സേവ്യർ സാറും, ഒപ്പം ഈ ഒരു സിസ്റ്റത്തിനെ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു റിയൽ പില്ലേഴ്സ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ടീമിലെ കോർ മെമ്പേഴ്സ് ആണ്. ഒരുപാടധികം ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. അവരുടെ എല്ലാം എന്താ പറയാ അകമഴിഞ്ഞ പ്രവർത്തനം, അതിന്റെ ഒരു മികവുമാണ് ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീം ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എന്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. വലിയൊരു വിജയം ഈ MR-ലൂടെ കുറഞ്ഞ ദിവസം കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഷമീർ സാർ.